അടുത്ത ആപ്ലിക്കേഷനാണ് റോക്ക് ഡേറ്റിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് റോക്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ്. It is a technique used to find the age of materials like rocks based on the comparison between the observed abundance of a naturally occurring radioisotope and its decay products using non-decay rates. ഇത് നമ്മുടെ ഈ റോക്കും അതുപോലുള്ള മെറ്റീരിയൽസിൻ്റെയും ഏജ് കണ്ടുപിടിക്കാനാണ് റോക്ക് ഡേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാർബൺ ഡേറ്റിംഗ് ഒക്കെ 5730 ഇയേഴ്സ് വരെയുള്ള ഏജ് കണ്ടുപിടിക്കാനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. റോക്ക് ഡേറ്റിംഗ് അതിനേക്കാളും മില്യൺസും ബില്യൺസും ഒക്കെ ഇയേഴ്സ് പഴക്കമുള്ള സാധനങ്ങളെ കണ്ടുപിടിക്കാനാണ് റോക്ക് ഡേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാർബൺ ഉണ്ടാവണമെന്നില്ല ഈ റോക്സിലൊക്കെ. അപ്പോൾ കാർബണിൻ്റെ റേഡിയോ ആക്ടിവിറ്റി അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു നാച്ചുറലി ഒക്കറിങ് റേഡിയോ ഐസോട്ടോപ്പ്, ഫോർ എക്സാമ്പിൾ യുറേനിയം, അതല്ലെങ്കിൽ തോറിയം, അതും അല്ലെങ്കിൽ സമേറിയം, അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെയും അതിൻ്റെ ഡീകെ പ്രോഡക്റ്റിൻ്റെയും ഡീകെ റേറ്റ് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ റോക്ക് ഡേറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നേരത്തെ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. യുറേനിയം സീരീസ്, തോറിയം സീരീസ്, നെപ്റ്റ്യൂണിയം സീരീസ് എന്നൊക്കെ പറഞ്ഞ് പല പല സീരീസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ഉണ്ട്, ഡീകെ കോൺസ്റ്റൻസ് ഉണ്ട്, അതെല്ലാം ഓൾറെഡി നോൺ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റോക്ക് ഡേറ്റിംഗ് ചെയ്യുന്നത്. യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് യുറേനിയം 238 അല്ലെങ്കിൽ യുറേനിയം 235 ആണ്. അപ്പം അതുപയോഗിച്ചാണ് യൂഷ്വലി റോക്സിൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യുറേനിയം തന്നെ നമുക്ക് അറിയാം പല ഡിസിൻറ്റഗ്രേഷൻ പ്രോഡക്ട്സ് തരുന്നതുണ്ട്. അപ്പോൾ യുറേനിയം അവസാനം ലെഡ് ആവുന്ന ഡീകെ സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യുറേനിയം ലെഡ് ഡേറ്റിംഗ് എന്നും, തോറിയം അവസാനിക്കുന്ന യുറേനിയം ഡീകെ സീരീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യുറേനിയം തോറിയം ഡേറ്റിംഗ് എന്നും പറയും. അതേപോലെ സമേറിയം നിയോഡിമിയം ഡേറ്റിംഗ് ഉണ്ട്, റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗും ഉണ്ട്. യുറേനിയം ലെഡ് ഡേറ്റിംഗ് ആണ് നമ്മൾ കോമൺ ആയിട്ടും ഏജ് ഓഫ് റോക്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. യുറേനിയം 92-238 disintegrates to give lead 82-206 with the liberation of 8 alpha particles and 6 beta particles. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഡീകെ കോൺസ്റ്റൻറ്റ് നമുക്ക് അറിയാം, ലാംഡ അറിയാം. അപ്പോൾ യുറേനിയത്തിൻ്റെയും ലെഡിൻ്റെയും കോൺസെൻട്രേഷൻസ്, നമ്മുടെ റോക്കിലുള്ള യുറേനിയത്തിൻ്റെയും ലെഡിൻ്റെയും കോൺസെൻട്രേഷൻസ് നമുക്ക് മാസ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹാഫ് ലൈഫ് ഓഫ് ദിസ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് 4.47 ബില്യൺ ഇയേഴ്സ്. അപ്പോൾ ഒരു പകുതിയാകാൻ തന്നെ 4.47 ബില്യൺ ഇയേഴ്സ് എടുക്കുന്ന ഒരു ഡീകെ സീരീസാണിത്. അപ്പോൾ അതിനേക്കാളും ഒക്കെ കൂടുതൽ, അതിൻ്റെ ഇരട്ടി ഏജുള്ള സാമ്പിൾസിൻ്റെ ഏജ് നമുക്കിത് വെച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലാംഡ നമുക്കറിയാം, കോൺസെൻട്രേഷൻസും അറിയാം. അപ്പം നമുക്ക് ടി കണ്ടുപിടിക്കാം. ഡീകെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടി കണ്ടുപിടിക്കാം. ഇതാണ് യുറേനിയം ലെഡ് ഡേറ്റിംഗ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് റോക്സ്.